എന്റെ അഭിപ്രായം അവരുടെ ഗെയിം കളിക്കുന്ന അത്രേ ഉള്ളൂ. നമ്മളതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അനുവിനോടാണല്ലോ ആരോടും ഒരു വൈരാഗ്യമില്ല, പ്രശ്നമില്ല. ഒന്നുമില്ല. ഈ 5-6 ദിവസം കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 തീരും. ഒരാൾക്ക് കപ്പും കിട്ടും. അല്ല അതിൽ കൂടുതൽ ഇനി ഇത് വെച്ചോണ്ടിരിക്കും. അടുത്ത പ്രാവശ്യം അടുത്ത സീസൺ 8 വരും. അപ്പൊ അതിന്റെ പുറകെ പോകും. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. പേഴ്സണലായിട്ട് ആരോടും ഒരു പ്രശ്നമില്ല. പിന്നെ എന്നും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നുള്ളൊരു പേര് നമുക്ക് എന്തായാലും ഒരു ദിവസം അതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ അതാണ്. എനിക്ക് അവരെ പറ്റി ഒരു അഭിപ്രായമില്ല. കാരണം ഞാൻ അവരോട് മിണ്ടിയിട്ടില്ല, അറിയില്ല അവരെ എനിക്ക്. അത് അവരുടെ ഇഷ്ടമല്ലേ, അവരാരെ കയറ്റണം അവരെ കയറ്റേണ്ടത്. പക്ഷെ ഞാൻ കയറ്റും എല്ലാരെയും വീട്ടിൽ. അതെന്റെ ഇഷ്ടമാണ്. എന്റെ പൊന്നു കുഞ്ഞ് എനിക്ക് അറിയില്ല. ആ പെണ്ണുമായിട്ട് ഞാൻ മിണ്ടിയിട്ട് പോലും. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? എനിക്കറിയില്ല അവരെ. ഒനിയലിനെ അല്ലെങ്കിൽ ആര്യന്റെ ഒക്കെ കാര്യം ചോദിച്ചാൽ പിന്നെ എനിക്ക് അവരെയൊക്കെ അറിയാം. പരിചയമുണ്ട് എന്ന് പറഞ്ഞ സുധിച്ചേന്റെ സഹപ്രവർത്തക. അല്ലാതെ എനിക്ക് ആരുമായിട്ട് അത്ര കൂട്ടുമൊന്നും, ഞാൻ ആരുമായിട്ടും അത്ര ഫ്രണ്ട്ഷിപ്പ് 24 മണിക്കൂർ ഫോൺ വിളിക്കും അങ്ങനെയൊന്നുമില്ല. കാണുമ്പോൾ അനുവായിട്ടാണെങ്കിലും കാണുമ്പോ സന്തോഷം, അവരെ കാണുമ്പോ അല്ലെ ചേച്ചിന്ന് വിളിക്കുമ്പോ സന്തോഷം. എനിക്കറിയില്ല, ഞാൻ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവള് തന്നെ പറഞ്ഞായിരുന്നല്ലോ, അനു തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു, എന്നെ അടുത്തറിയാന്ന് 8 വർഷം മുന്നേ അറിയാന്ന് ജിഷിൻ ചേട്ടൻ, ഷാനവാസിക്കാർ, രേണു ചേച്ചി. അവള് തന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. അവരെല്ലാരും ഒരു സ്റ്റാർ പദവി കൊടുത്തിരുന്നല്ലോ, ഓരോരുത്തർക്കും ഓരോ സ്റ്റാർ പദവി കൊടുത്തു. രേണു സുധി ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ രേണു ആർക്ക് കൊടുത്തന്നെ സ്റ്റാർ പദവി? ഇപ്പം ചിലവർ ഒനിയലിന്റെ പേര് പറഞ്ഞു, ഞാൻ എന്റെ സ്റ്റാർ ഇപ്പോഴതാണ് എന്ന് പറയുന്നത്. ഇപ്പം രേണു സുധിക്ക് മാതൃകയായിട്ട് അതിനകത്ത് ആ ഒരു ഞാൻ ശാരികനെ പറയത്തുള്ളൂ. എനിക്ക് അവരെ റോൾ മോഡൽ ആക്കാൻ ഇഷ്ടമാണ്. കാരണം അവര് പക്ക ബ്രില്യന്റ് ആണ് അവര്. എനിക്ക് അവരെ കാണുമ്പോ ലാലേട്ടനെ പോലാണ് തോന്നുന്നത്. വിഷമായി പോയി. ഹോട്ട് സീറ്റ് കത്തിച്ച് ഞങ്ങൾ അടി പിടിച്ച് വന്നിട്ട് എല്ലാരും ഓർത്ത് ഞങ്ങൾ അടിച്ച് പിരിഞ്ചെന്ന്. പക്ഷെ ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. താങ്ക് യു. അടുത്ത് കണ്ട എന്തോ ഞാനിപ്പോ അങ്ങനെയാണല്ലോ, ഇന്റർനാഷണൽ ലെവലല്ലേ ഇപ്പൊ. ചെന്നൈയിൽ പോവാ. പോവും, അത്രേ ഉള്ളു. പൊളിക്കോ വേണ്ടോന്ന് അവിടെ ചെന്നിട്ടില്ല തീരുമാനിക്കും. അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. നമ്മള് ഹാപ്പിനെസ് മൂഡാണ്, സന്തോഷിക്കാൻ പോകുന്നതാണ്. എന്നിട്ട് ഗെയിം മാറ്റി മറിക്കേണ്ട കാര്യമില്ലല്ലോ. പൊട്ടിക്കട്ടെ. നമ്മുടെ അങ്ങനെ പോകുമ്പോ അതിന്റെ ചെല്ലുമ്പോ എങ്ങനെയാണോ അങ്ങനെ നോക്കാം, അന്നേരം നോക്കാം. അല്ലാതെ നമ്മള് കരുതി കുട്ടിയൊന്നും പോയിട്ടില്ല, പോകുന്നില്ല. ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ പേഴ്സണൽ ലാഭമായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഒന്നുമില്ല. അതെന്തായാലും ആട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ ആഗ്രഹവും അവരുടെ ഇഷ്ടമാണ്. പക്ഷെ എന്റെ പേഴ്സണൽ കാര്യം, ഞാൻ ഇറങ്ങി നഷ്ടമായിട്ട് തോന്നിയില്ല. എനിക്ക് നല്ല ലാഭമാണ് ഇറങ്ങിയോണ്ട്. എനിക്കിപ്പോ ദുബായ്, ബഹ്റിൻ അവിടെയൊക്കെ ഇനോഗ്രേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടി. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകും. അടുത്ത കുറച്ച് നാട്ടിലും കൂടെ നിക്കട്ടെടാ, പിള്ളേരോടൊക്കെ നിക്കട്ടെ, ഷൂട്ടൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് പോവാം. ബഹ്റൈനില് മിറായ എന്ന് പറയുന്ന വീട്ടിൽ. രേണുസുതിയാണ് ഏക വ്യക്തി. വോക്കൗട്ട് ചെയ്തതും രേണുസുതി തന്നെ. തീർച്ചയായിട്ടും അതെന്റെ ഡിസിഷൻ ആയിരുന്നു. അതിപ്പം ആരുടെ അവസരം ഒന്നും നഷ്ടമാക്കിയില്ല. കാരണം 35 ദിവസം ഞാൻ നിന്നിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. വീണ്ടും ചോദിച്ചു, ലാലേട്ടൻ വന്നിട്ട് കൈപിടിച്ച് ഇറക്കാൻ നേരത്ത് ചോദിച്ചു, രേണു വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ അവിടെ നിന്ന് പറയൂ, ലാലേട്ടൻ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ നിക്കത്തേ ഉള്ളൂ. അല്ല, ഞാൻ ചാടി ഇറങ്ങി പോകുന്നു. വോട്ടുണ്ട്. എവിക്ഷനിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞത് രേണുസുതിക്ക് നല്ല വോട്ടുണ്ടായിരുന്നു, ഇത് സ്പെഷ്യൽ എവിക്ഷൻ ആണ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. പോണോന്ന് ഒന്നും കൂടെ വന്നിട്ട് ഇങ്ങനെ നോക്കിട്ട് ചോദിച്ചു, വരുന്നോന്ന് ചോദിച്ചു. ഞാൻ വരുന്നു. ഞാനാ തലക്കെ ഓടിപ്പോയത്. അത് നിങ്ങളുടെയൊക്കെ മനസ്സിലായ ഒരു ഇത് കൊണ്ടായിരിക്കും. പക്ഷെ എന്റെ മൈൻഡ് അതല്ലായിരുന്നു. അവിടെ ചെന്നപ്പം ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പിള്ളേരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആയിരിക്കണം. കാരണം എവിടെ പോലും ഇപ്പം ദുബായി പോയപ്പോ അത് മാറി ഇത് മാറിയെന്ന് പറയും. പിള്ളേരൊക്കെ ഞാൻ എന്നും വിളിക്കുന്നുണ്ടായിരുന്നു, വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെ പറ്റൂലല്ലോ. അനീഷോ, അനുവോ, അക്ബറോ? നമുക്കതൊന്നും അറിയത്തില്ല. കാരണം PR-നെ പറ്റി പറയാൻ കൂടുതൽ അറിയത്തില്ല. എനിക്ക് PR ഇല്ലായിരുന്നു ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ പൈസ കൊടുത്ത് PR ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു അത്രേ. അപ്പൊ പിന്നെ എനിക്ക് അനുവിന്റെ PR ആണോ എനിക്കതൊന്നും അറിയില്ല. അറിയാത്ത കാര്യം ഞാൻ ഡീറ്റെയിൽ ഒന്നും തിരക്കാറുമില്ല അതിനെപ്പറ്റി. പക്ഷെ ഈ പ്രാവശ്യത്തെ സീസണിൽ കുറച്ച് പേഴ്സണൽ ആയിട്ട് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നുന്നു. പുറത്തെ കാര്യം
ആ ഇപ്പം വൈൽഡ് കാർഡ് വന്നപ്പോഴേ പുറത്തെ കാര്യങ്ങളാണല്ലോ പറയുന്നത് മുഴുവൻ. വന്നിട്ട് രേണുസുതി വിധവ കാർഡ് എടുക്കുന്നു. അതിന് ഞാൻ മറുപടി കൊടുത്തല്ലേ. ഞാൻ അങ്ങോട്ട് കയറി ഒന്നിനും പോകത്തില്ല, ഇങ്ങോട്ട് വന്നാൽ വിട്ടു കൊടുക്കത്തുമില്ല, അത് ആരാണേലും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. ഇനി ആരെയും പേടിയില്ല. അത് ഉറപ്പാണ്, ആരെയും പേടിയില്ല. എന്തിനു പേടിക്കണം? പിന്നെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുന്ന നമ്മുടെ ഓരോരുത്തർക്കും മനസ്സ് അല്ലേ. നമ്മളെപ്പോഴും ഞാനെന്നൊക്കെ പറഞ്ഞാൽ പുറത്ത് ഇറങ്ങുന്നു, പിള്ളേരെ കാണുന്നല്ലേ, പുറത്ത് പോകുന്നു, ഷൂട്ടിന് പോകുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഹാപ്പി. പക്ഷെ അതിനകത്ത് കയറി വേറെ ലോകമായിപ്പോയി. നമുക്ക് നമ്മളെ തന്നെ ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ പറ്റാതായിപ്പോയി. അതാണ് എനിക്ക് പറ്റിപ്പോയി ഞാൻ ഇറങ്ങി വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു അഭിപ്രായം പറയത്തില്ല. കാരണം ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ അതിനകത്ത് നിന്നപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊന്നും പറയാൻ പോയിട്ടില്ല. എന്റെ ഒരു സ്വഭാവം അതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് പറയാനാണ്, എനിക്കറിയില്ലെന്ന് പറയാം. നന്നായിട്ട് കളിക്കട്ടെ എല്ലാരും. ചേച്ചിയൊക്കെ ഇറങ്ങുന്നവരെ മറ്റേ വുമൺ കാർഡ് ഒന്നും ഇറക്കത്തില്ലായിരുന്നു. ഇപ്പൊ അതൊക്കെയാണോ? ഞാൻ കാണാൻ തുടങ്ങിയില്ല. ആണല്ലേ, ഞാൻ കാണുന്നില്ല, അതാണ് സത്യം. എനിക്ക് സമയമില്ല, അതാണ് സത്യം. കാണാൻ തുടങ്ങിയതേ ഉള്ളൂ. എന്റെ എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല, കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സമയമില്ല, നല്ല തിരക്കാണ്. ബിഗ് ബോസിന് വരുന്നതിന് മുമ്പായിട്ടുള്ള ഒരു മാറ്റമാണോ അതോ അത് കഴിഞ്ഞിട്ടാണ് നല്ല അവസരങ്ങൾ കിട്ടുന്നത്? അത് കഴിഞ്ഞിട്ടാണ്. അതിന് മുന്നേ എനിക്ക് എന്റെ ആൽബം എന്ന് വെച്ചാൽ എന്റെ ജീവനാണ്. ആൽബം അഭിനയിക്കുക, ഷോർട്ട് ഫിലിം, അതൊക്കെ എന്റെ ജീവനാണ്. അതുപോലെ തന്നെ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടും അങ്ങനെ പോകുന്നു. ഇപ്പം പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടി. അതിപ്പോ ബിഗ് ബോസിന് ശേഷമാണ്. ബിഗ് ബോസ് ആണ് എന്നെ അത്ര ആക്കിയത്. തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ലെവലിലാക്കിയത് ബിഗ് ബോസ് തന്നെയാണ്. എന്താ അഭിപ്രായം? അനുമോള് സൂചിച്ചാണ്ട സഹപ്രവർത്തിയാണ് പേഴ്സണലായിട്ട്, അത്രേ ഉള്ളു. അത് എന്നോട് എന്തഭിപ്രായം? അവരുടെ ഗെയിം കളിക്കുന്നു, അത്രേ ഉള്ളു. നമ്മളതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഗെയിം ആവാം, എനിക്കറിയില്ല. അത് അവരുടെ ഇതല്ല, നമുക്ക് അതിനെപ്പറ്റി അറിയില്ലല്ലോ. അത് അതിനെപ്പറ്റി എന്നോട് ചോദിച്ചപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, എനിക്കറിയില്ല. കാരണം ഞാനല്ലല്ലോ അനീഷ് ഭാനു. ഞാനിപ്പോ ആരെങ്കിലും പ്രപ്പോസ് ചെയ്താലോ അല്ലെ എനിക്ക് ക്രഷ് അടിച്ചാലോ അല്ലെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്താ സംഭവം. ഞാൻ ഗെയിം ആണോ അല്ലെങ്കിൽ ഞാൻ യഥാർത്ഥമാണോ അല്ലെ കെട്ടാനാണോ എന്ന് എനിക്കറിയത്തുള്ളൂ. ഇത് എനിക്കറിയാത്ത കാര്യമല്ലേ. ഇനിയിപ്പൊ അവർക്ക് ക്രഷ് അടിച്ചോ ഇല്ലോ നമുക്കറിയില്ലല്ലോ, നമ്മൾ പുറത്തല്ലേ. ഇതെന്താ ഇവരുടെ മനസ്സിനകത്ത് കയറി നമ്മൾ നോക്കുന്നില്ലല്ലോ. എന്താണ് ഗെയിം ആണോ ഇനി അവരുടെ സ്ട്രാറ്റജി ആണോ ഒന്നും അറിയില്ല. എന്തായാലും അവനവന്റെ ഇഷ്ടം, അത്രേ ഉള്ളൂ. അതിനകത്ത് ഞാൻ പറയുന്നത്, ഞാൻ അതിനകത്ത് ഒരു അഭിപ്രായം പറയുന്നത്. ഇപ്പൊ എന്റെ കാര്യമാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയാം എനിക്ക് ഇഷ്ടമാണ്. അല്ലാതെ അവർക്ക് ഇഷ്ടമാണോ അവര് ചുമ്മാതാണോ അല്ലെങ്കിൽ അതൊന്നും എനിക്കറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ എന്തിനാ പറയുന്നത്? അയാളുടെ മാറ്റം എങ്ങനെ ഫീൽ ചെയ്യുന്നു? കാരണം നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ കണ്ടറിയില്ലതാണ് കണ്ണടച്ച് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ആ സാധനം അതിൽ ഇപ്പം ഭയങ്കര മാറ്റമില്ല. ഭയങ്കര അയാള് ഈ പ്രേമം കൊണ്ടാണോ അയാൾ സൈലന്റ് ആയ പുള്ളി? ഞാൻ കണ്ടില്ല. ആണോ? ശ്രദ്ധിച്ചില്ലേ? ചെന്നിട്ട് ഇന്നൊന്ന് ചെന്നിട്ട് ശ്രദ്ധിക്കണം അനീഷിനെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടോ. അത് ഞാൻ ചോദിച്ചോളാം അവനോട്. അനീഷിനോട് അല്ലെങ്കിലും എനിക്ക് ചോദിക്കാനുണ്ട്, ചോദിച്ചോളാം. അങ്ങനെ ഞാൻ ആരെയും അങ്ങനെ പറയും. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാന്തിയിട്ട് വിടത്തേ ഉള്ളൂ. പക്ഷെ അങ്ങോട്ട് കയറി ഞാൻ ആരെയും ചൊറിയാനും പോത്തില്ല, ഒന്നിനും പോത്തില്ല. പിന്നെ പേഴ്സണലി കുറെ ഫ്രണ്ട്സ് ഉണ്ട് അതിനകത്ത്. എനിക്ക് ഭയങ്കര ഇപ്പൊ ശാരിക ആണേലും, പ്രവീൺ, ഒനീല്, അഭിശ്രീ, ആര്യൻ, ജിസേൽ, അവരൊക്കെ എന്റെ മനസ്സിൽ, നൂറ, അവരോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അവരെയൊക്കെ കാണണമെന്നുള്ള ഒരു ഭയങ്കര സന്തോഷമാണ്. അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ശാരിക ടോപ്പല്ല, അകത്ത് നിൽക്കുന്നവരിൽ ആരുമായിട്ട് എനിക്ക് മനസ്സിലായില്ല. എല്ലാരും ഒരുപാടല്ല, എനിക്ക് അങ്ങനെ ഓവറായിട്ട് അറ്റാച്ച്മെന്റ്. നൂറയോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ആയിരുന്നു അവിടെ ആയിരുന്നപ്പോ. നൂറ പോയോ? ഇതൊന്നും ഞാൻ അറിയുന്നില്ല. നൂറയുണ്ട്. റെന ഫാത്തിമയൊക്കെ പോയി. നൂറ അതിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ രണ്ടുപേരെ ഒരുമിച്ച് കയറ്റിയല്ലോ, അപ്പൊ അതവർക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നു. അവര് അത് കഴിഞ്ഞിട്ട് രണ്ടാക്കിയായിരുന്നല്ലോ അവര്. ഞാനുള്ളപ്പോ തന്നെ അവര് രണ്ടാക്കിയായിരുന്നു. പക്ഷെ അവർക്ക് ഒരുമിച്ച് ഗെയിം കളിക്കുന്ന ആണോ? ഇപ്പൊ പണടക്കുന്ന ടാസ്കിൽ പോലും ഇതൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. ഇതൊക്കെ കാണാത്ത ഞാൻ ഇവിടെ ഇല്ലല്ലോ. അതിന്റെ അതുകൊണ്ടുള്ള ഇത് എനിക്ക് കാണണം. നമ്മുടെ ഇതല്ലേ, നമ്മുടെ ഷോ അല്ലേ, നമുക്ക് കാണണം. എനിക്ക് സമയം ഇല്ലാത്തോണ്ട് കേട്ടോ കാണാത്ത. സമയമില്ലല്ലോ. ഒട്ടും സമയമില്ല.
എല്ലാം ബിഗ് ബോസ് കൊണ്ടുവന്ന ഇതാണ്. തീർച്ചയായിട്ടും ബിഗ് ബോസ് ആണ് എന്നെ ഞാൻ പറഞ്ഞില്ല ഇന്റർനാഷണൽ ലെവലിൽ എനിക്ക് ഇനോഗ്രേഷൻ ബിഗ് ബോസ് ആയിരിക്കും. നല്ല മാറ്റം കാലത്തിനനുസരിച്ച് ഓടണം എന്നും കണ്ടൊക്കെ കേട്ടു. വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു നല്ല മാറ്റം ഉണ്ടല്ലോ റേഡിയോന്റെ കണ്ട് ഞങ്ങൾ വണ്ടി വന്നപ്പോ ഞാൻ ഇതാ മതാമെന്നൊക്കെയാണ് ഇവനോട് പറഞ്ഞു. ഓ എനിക്ക് വയ്യ ദൈവമേ ഇത്രയൊക്കെ വേണോ? അതാണ് മാറ്റം അല്ലേ? അതെ അതെ എല്ലാം മാറണ്ടേ, ലൈഫ് മാറണമല്ലോ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ആരെ മൈൻഡ് എന്ത് നെഗറ്റീവ് വന്നാലും ആരെ മൈൻഡ് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ. സോ അതുകൊണ്ട് ഞാൻ എന്റെ വഴിയിൽ ജീവിക്കുന്നു. മസ്താനിക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അന്നേ. ഇനിയിപ്പൊ ഇന്ന് ചെല്ലുമ്പോ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം കൊടുത്താൽ പോരെ. എന്തിനാ നമ്മൾ ഇവിടുന്ന് ഊഹിച്ച് ഇല്ലാ വചനമൊക്കെ പറയുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അവരെന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കൊടുത്താൽ പോരെ. എനിക്ക് ആരോടും പേഴ്സണലി വൈരാഗ്യമോ പിണക്കോ ഒന്നുമില്ല. ഇപ്പൊ മസ്താനിയോടാണല്ലോ അനുവിനോടാണല്ലോ ആരോടും ഒരു വൈരാഗ്യം ഇല്ല, പ്രശ്നമില്ല, ഒന്നുമില്ല. ഈ 5-6 ദിവസം കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 തീരും, ഒരാൾക്ക് കപ്പും കിട്ടും. അല്ല അതിൽ കൂടുതൽ ഇനി ഇത് വെച്ചോണ്ടിരിക്കും. ഇല്ല അടുത്ത പ്രാവശ്യം അടുത്ത സീസൺ 8 വരും, അപ്പൊ അതിന്റെ പുറകെ പോകും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. പേഴ്സണലായിട്ട് ആരോടും ഒരു പ്രശ്നമില്ല. പിന്നെ എന്നും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നുള്ളൊരു പേര് നമുക്ക് എന്തായാലും ഒരു ദിവസം അതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ അതാണ്. ഈ ലക്ഷ്മിയെ കുറിച്ച് എനിക്ക് അവരെ പറ്റി ഒരു അഭിപ്രായമില്ല, കാരണം ഞാൻ അവരോട് മിണ്ടിയിട്ടില്ല, അറിയില്ല അവരെ എനിക്ക്. അത് അവരുടെ ഇഷ്ടമല്ലേ, അവരാരെ കയറ്റണം അവരെ കയറ്റണത്. പക്ഷെ ഞാൻ കയറ്റും എല്ലാരെയും വീട്ടിൽ, അതെന്റെ ഇഷ്ടമാണ്. എന്റെ പൊന്നു കുഞ്ഞ് എനിക്ക് അറിയില്ല. ആ പെണ്ണുമായിട്ട് ഞാൻ മിണ്ടിയിട്ട് പോലും. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? എനിക്കറിയില്ല അവരെ. ഒനിലിനെ അല്ലെങ്കിൽ ആര്യന്റെ ഒക്കെ കാര്യം ചോദിച്ചാൽ പിന്നെ എനിക്ക് അവരെയൊക്കെ അറിയാം. പരിചയമുണ്ട് എന്ന് പറഞ്ഞ സുധിച്ചേന്റെ സഹപ്രവർത്തക. അല്ലാതെ എനിക്ക് ആരുമായിട്ട് അത്ര കൂട്ടുമൊന്നും, ഞാൻ ആരുമായിട്ടും അത്ര ഫ്രണ്ട്ഷിപ്പ് 24 മണിക്കൂർ ഫോൺ വിളിക്കും അങ്ങനെയൊന്നുമില്ല. കാണുമ്പോൾ അനുവായിട്ടാണെങ്കിലും കാണുമ്പോ സന്തോഷം, അവരെ കാണുമ്പോ അല്ലെ ചേച്ചിന്ന് വിളിക്കുമ്പോ സന്തോഷം. എനിക്കറിയില്ല, ഞാൻ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവള് തന്നെ പറഞ്ഞായിരുന്നല്ലോ, അനു തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു എന്നെ അടുത്തറിയാന്ന് 8 വർഷം മുന്നേ അറിയാന്ന് ജിഷിൻ ചേട്ടൻ, ഷാനവാസിക, രേണു ചേച്ചി. അവള് തന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. അവരെല്ലാരും ഒരു സ്റ്റാർ പദവി കൊടുത്തിരുന്നല്ലോ, ഓരോരുത്തർക്കും ഓരോ സ്റ്റാർ പദവി കൊടുത്തു. രേണു സുധി ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ രേണു ആർക്ക് കൊടുത്തന്നെ സ്റ്റാർ പദവി? ഇപ്പം ചിലവര് ഒനിലിന്റെ പേര് പറഞ്ഞു, ഞാൻ എന്റെ സ്റ്റാർ ഇപ്പോഴതാണ് എന്ന് പറയുന്നത്. ഇപ്പം രേണു സുധിക്ക് മാതൃകയായിട്ട് അതിനകത്ത് ആ ഒരു ഞാൻ ശാരികനെ പറയത്തുള്ളൂ. എനിക്ക് അവരെ റോൾ മോഡലാക്കാൻ ഇഷ്ടമാണ്, കാരണം അവര് പക്ക ബ്രില്യന്റ് ആണ് അവര്. എനിക്ക് അവരെ കാണുമ്പോ ലാലേട്ടനെ പോലാണ് തോന്നുന്നത്. വിഷമായി പോയി. ഹോട്ട് സീറ്റ് കത്തിച്ച് ഞങ്ങൾ അടി പിടിച്ച് വന്നിട്ട് എല്ലാരും ഓർത്ത് ഞങ്ങൾ അടിച്ച് പിരിഞ്ചെന്ന്. പക്ഷെ ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. താങ്ക് യു.